ഞാൻ ഏറ്റവും നല്ല ബന്ധം പുലർത്തുന്നത് സ്പീക്കർ ഷംസീറുമായിട്ടാണ്. എൻ്റെ സ്വന്തം അനിയനെ പോലെയാണ്. ആ ഒരു കുടുംബ ഭയങ്കര വളരെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു സ്നേഹം, ഒരു അനിയനെ പോലെ എന്നെ സ്നേഹിക്കുകയും ഞാൻ സ്നേഹിക്കുകയും ചെയ്യുന്നത്. ഇപ്പോഴോ ഈ പണ്ട് ഇവിടെ MLA വന്ന കാലം മുതൽ, അദ്ദേഹം വന്നിട്ട് രണ്ടാമത്തെ ടൈമാണല്ലോ, ആദ്യത്തെ ടൈം വരുന്ന കാലം തൊട്ട് ഞാൻ ചേട്ടനും ഷംസീർ അനിയനുമാണ്. നിയമസഭയിൽ എല്ലാവർക്കും അറിയാം ചേട്ടനും അനിയനുമാണെന്ന് എല്ലാവർക്കും അറിയാം. ഭയങ്കര സ്നേഹമാണ്. എൻ്റെ വീടുമായിട്ടും എല്ലാവരുമായിട്ടും ബന്ധമാണ്. എൻ്റെ മക്കളുമായിട്ടും ഭാര്യയായിട്ടൊക്കെ ഭയങ്കര സൗഹൃദവും സ്നേഹവും. നല്ല ഒരു കുടുംബ ബന്ധുവാണ്. നമ്മൾ കാണുന്ന ആളല്ല ഷംസീർ. ഇത്രയും നിഷ്കളങ്കനും സാധുവായിട്ടൊരാളില്ല. അത്രയും ഒരു കള്ളത്തരവും ഇല്ല. ആളുകളോട് ബഹുമാനത്തോടെ പെരുമാറും. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ആരാണ് ഷംസീർ? നല്ല തറവാട്ടിൽ ജനിച്ചവർ. ചില ആളുകളുണ്ട്, നമ്മളെ ആദ്യം സാറേന്ന് വിളിക്കും, പിന്നെ ചേട്ടാന്ന് വിളിക്കും, പിന്നെ ഓയ് വിളിക്കും, എന്ന് വിളിക്കും, പിന്നെ നിങ്ങളെന്ന് വിളിക്കും, ഹലോ എന്നൊക്കെ വിളിക്കും. വിളി മാറി മാറി വരും. അത് തറവാട്ടി പറക്കാത്തവരാണ്. ഷംസീർ അന്നും ചേട്ടാന്ന് തന്നെ വിളിക്കുന്നത്. സ്പീക്കർ അതിന് ശേഷം അറിയാതെ ചേർലിയും പോലും ചേട്ടാ വന്നു പോകും. അത്രയ്ക്ക് സ്നേഹമാണ്. ഗണേശേട്ടാന്ന് വിളിച്ചു പോകും. അത്ര വിളിക്കാൻ പാടില്ലെങ്കിൽ പോലും അദ്ദേഹം അറിയാതെ വിളിച്ചു പോകുന്ന ആ സ്നേഹമുള്ളതാണ്. അതിൻ്റെ ഒരു ഉദാഹരണം പറയാം. അദ്ദേഹത്തിൻ്റെ ഗുണം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്, അയാളൊരു നല്ല തറവാട്ടി ജനിച്ച ആളാണെന്ന് പറയാൻ കാര്യം, എൻ്റെ ഡ്രൈവറുണ്ട് ശാന്തൻ. ശാന്തനെ ഷംസീർ കാണുന്ന തൊട്ട് ശാന്തൻ ചേട്ടാന്നാണ് വിളിക്കുന്നത്. ഈ അടുത്ത കാലത്ത് സ്പീക്കർ ആയതിനു ശേഷം ഷംസീർ എൻ്റെ ഷൂട്ടിംഗ് സെറ്റിൽ വന്നു. നേരിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത്. ലാലേട്ടനുണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട്. പോകാൻ നേരം, വണ്ടി കയറാൻ നേരം ശാന്തനോട് നിൽപ്പുണ്ട്. ശാന്തൻ ചേട്ടാ പോയിട്ട് വരാം എന്ന് പറഞ്ഞു. ഈ ശാന്തൻ തന്നെ, അവൻ തന്നെ അന്തപ്പെട്ടുപോയി. കാരണം സ്പീക്കറാണേ, ഒരു ചേഞ്ചും ഇല്ലാതെ ശാന്തൻ ചേട്ടാന്ന് വിളിക്കുന്നത്, അതാണ് ഷംസീർ.